നമസ്കാരം. ഈ വീഡിയോ പ്രായപൂർത്തിയാകാത്ത ആരും കാണാൻ ശ്രമിക്കരുത്. അതേപോലെ തന്നെ സദാചാര അമ്മമാർ, കുലസ്ത്രീകൾ, കേരള സംസ്കാര കമ്മിറ്റിക്കാർ എന്നിവരും ഒഴിവായി പോകേണ്ടതാണ്. ഞാൻ പറയാൻ പോണ സംഭവം ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് നീണ്ടുപോകും. ഇപ്പോൾ പുറംപടി വല്ലാണ്ട് നടക്കണ്ട. പണ്ട് പുറംപടി ഉണ്ടായിരുന്നു, അകത്തുള്ള വെടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അകത്തുള്ള വെടി അനുസ്യൂതം തുടരുന്നുണ്ട്. ഇത് തുടക്കം മുതലേ പറയാം. ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ വിട്ടുപോകും, കാരണം ഞാൻ ഓർത്തെടുത്ത് പറയാം. അല്ലാണ്ട് ഇതെവിടെ എഴുതി ഡയറി കുറിപ്പുകളൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ല. ഞാൻ സീല് പൊട്ടിച്ച എൻ്റെ അയൽവക്കത്ത് താമസിക്കണ എൻ്റെ ഒരു റിലേറ്റീവ് പെണ്ണിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞിട്ടും ഞാൻ കളിക്കാറുണ്ട്. ഇവള് ഒരു 5 ദിവസമൊക്കെ നിൽക്കാൻ വന്നാൽ ഇവളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ വരും എൻ്റെ വീട്ടിൽ. അപ്പം എൻ്റെ വീട്ടിൽ പൊതുവെ ആരും ഉണ്ടാവില്ല. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇപ്പോൾ എൻ്റെ മുറിക്ക് കുറുങ്ങി വരും. അപ്പം ഞാൻ അവളെ കെട്ടിപ്പിടിക്കും, കിസ്സൊക്കെ ചെയ്ത് മലക്കൊക്കെ പിടിക്കുമ്പോൾ അവൾക്ക് അതല്ല പ്രശ്നം. അവളെ എളുപ്പം കയറ്റി കളിക്കണം. വേഗം നോക്ക്, ആരെങ്കിലും വരും. അവൾക്ക് അതാണ് ത്രില്ല്. സാധാരണ പെണ്ണുങ്ങളൊന്ന് അവരോടൊക്കെ പിടിച്ചാലാണല്ലോ ഇത് ഒലിക്കൽ തുടങ്ങുള്ളൂ. പക്ഷേ ഇവൾക്ക് അല്ലാണ്ട് തന്നെ അവിടെയൊക്കെ നാനൂപടരും. കാരണം അവൾ അമിത വികാരമുള്ള സ്ത്രീയാണ്. അമിത വികാരം എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾ അങ്ങനെ, അവർക്കില്ല ആളിനൊന്നും വേണ്ട. സാധനം കയറുക, അടിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ കളിച്ച് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒരാൾ കളിക്കാൻ വന്നാലും ചിലപ്പോൾ അവർ വില്ലിങ്ങാണ്. കാരണം അവരുടെ ജനറ്റിക്കലായിട്ടുള്ള പ്രത്യേകതയാണ് അത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അനവധി സ്ത്രീകളെ ചെയ്തിട്ടുണ്ട്, പല വെറൈറ്റി. അതിൽ ഒരു വ്യത്യസ്ത ക്വാളിറ്റിയാണ്. അപ്പോൾ ഇവള് വരും, 11 മണി ആ റേഞ്ചിൽ വരും. അപ്പോൾ ഇവളെ കട്ടിലുമേ കിടത്തി സദ്യയൊക്കെ ഒരു ഡ്രസ്സൊന്നും ചിലപ്പോൾ അഴിക്കാം, ചിലപ്പോൾ ബ്ലൗസിൻ്റെ ഹുക്കൊക്കെ പിടിക്കും കുടിക്കാൻ വേണ്ടി. മുല അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പോയി കഴിഞ്ഞാൽ 2, 3, 4 സെക്കൻഡ് കൊണ്ട് അവൾ എണീക്കും. എന്നിട്ട് സ്റ്റഡി എടുത്തിടും. കാരണം ഈ സാധനം തുടയുമ്പോൾ കൂടിയൊക്കെ ഒലിക്കാണ്ടിരിക്കാനാണ്, ഒരു പ്രിക്കോഷൻ എടുക്കുക. അത് കഴിഞ്ഞാൽ അവൾ എത്ര നേരം വർത്താനം പറയുമ്പോൾ ഒപ്പം കിടക്കുകയൊക്കെ ചെയ്യും. ഇത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഉച്ചമയൊക്കെ ഉണ്ടാകുന്നൊക്കെ ചോറൊക്കെ ഉണ്ട്. 2-2:30 മണിക്കൊക്കെ ഒരു ഉറക്കമുണ്ട് വീട്ടിലെ കാരണന്മാർ, അങ്ങനത്തെ ഒരു ഉച്ചമയക്കം. അപ്പോൾ ഇവള് ഈ പരിപാടി കഴിഞ്ഞ് ഇവള് ഉടനെ കുളിക്കാൻ പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ 2-2:30 ആകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വേറെ ഡ്രസ്സിൽ കുറുങ്ങി പിന്നെയും വരും. അപ്പോഴും കൊടുക്കുമായിരുന്നു. ഇല്ലെങ്കിൽ സന്ധ്യ ആകുമ്പോൾ സന്ധ്യയൊക്കെ എങ്ങനെയും വരും. അപ്പം രണ്ടാമത്തെ സദ്യ നാശമാണത്. മനസ്സിലായോ? ഇതാണ് അവളുടെ കാമാവേശം. അപ്പോൾ ഇവള് കെട്ടിച്ച് വിട്ടുകൊടുത്ത അവിടെയുള്ള കഥകൾ എന്നോട് പറയും. അവിടെ സംഭവിക്കണ ശരിക്കും ബ്ലൂ ഫിലിമിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ബ്ലൂ ഫിലിമിൽ വരെ കാണില്ല. അടുത്തടുത്ത് 2 വീടുകളാണ്, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്. അവിടെ താമസിക്കുന്ന ഇവളും ഫാമിലി. തൊട്ട വീടെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മകൻ താമസിക്കണം. അപ്പോൾ 2 കൂട്ടർക്കും കൂടി ഒരു കിണർ, കുളിമുറി, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പാടം, ഒഴിഞ്ഞ സ്ഥലം, ദൂരത്ത് ആര് വന്നാലും കാണാം. അപ്പോൾ ഈ ഭർത്താവിൻ്റെ സഹോദരൻ താമസിക്കുന്നത് പറഞ്ഞാൽ അയാൾക്ക് ഗവൺമെൻറ് ജോലിയാണ്, തിരുവനന്തപുരത്താണ്. ഇവിടുത്തെ ആൾക്ക് ഇവളുടെ ഭർത്താവ് കാറ്ററിംഗ് അല്ല, ഈ കുക്കിങ്. കാറ്ററിംഗ് അന്നൊന്നുമില്ല. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ ആണെങ്കിൽ തലേന്നേ പോകണം. എല്ലാ ഭക്ഷണം ഉണ്ടാക്കും ഇയാൾ. അതിൽ മനസ്സമ്മതം, ഇങ്ങനത്തെ എന്ത് ഫങ്ഷൻ, മാമോദീസ, എന്ത് പരിപാടിക്കും ഇയാൾ ഒരു ഫേമസ് ആളാണ്. പക്ഷെ ഇയാൾക്കൊരു കുഴപ്പമുണ്ട്.
ഇയാൾക്ക് പരിപാടിക്കൊക്കെ ഇൻട്രസ്റ്റാണ്. പക്ഷെ സാധനം കയറ്റി നാലടി അടിക്കുമ്പോൾ അയാൾക്ക് പോകും. പക്ഷേ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഒരു മനുഷ്യ സ്നേഹമുള്ള ആളാണ്. എന്തിനും ഒരു സോൾവിങ്. അതായത് ഭർത്താവ് ഇപ്പം ഞാൻ ചോദിച്ചു ഇവളോട്, ഭർത്താവിനോട് നിനക്കപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വെറുപ്പ് തോന്നുന്നു ചോദിച്ചു. എന്തിനു വെറുക്കണം? അത് ആ മനുഷ്യൻ്റെ ശരീരപ്രകൃതിയല്ലേ. ഇപ്പം എനിക്ക് ഭയങ്കര വികാരം കൂടുതലാണ്. അതൊക്കെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അയാളൊന്നും പറയാൻ പറ്റില്ല. കാരണം അയാൾ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ എന്ത് പറയണം, എപ്പോഴും എന്ത് കാര്യത്തിനും എന്നെ അളുക്കണമെന്ന് വിളിക്കും. ഒരു അഭിപ്രായം പറയാം. ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ എന്നെ വിളിച്ചിട്ട് എന്നോടും കൂടി അഭിപ്രായം ചോദിക്കുക. അയാൾ അത്ര സ്ഥാനം എനിക്ക് അയാൾ തരുന്നുണ്ട്. എന്ത് പറഞ്ഞാലും എനിക്ക് മേടിച്ച് തരും. എന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കണ ഒരു മനുഷ്യനാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചില ഈ സാമാന്യ മുന്നിക്കുള്ളവന്മാർ പെണ്ണുങ്ങൾക്ക് മര്യാദക്ക് കളിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും ഭരണത്തിൽ മൂപ്പന്മാരായിരിക്കും. അതിങ്ങനെ എടുക്കടി, ഇതിങ്ങനെ എടുക്കടി. അപ്പം പെണ്ണുങ്ങൾ വെറുക്കും. ഇതപ്പോൾ അവർക്ക് സ്നേഹം ഉണ്ടാവില്ല. പക്ഷെ അവളോട് അമിതമായിട്ടുള്ള സ്നേഹമാണ്. അപ്പം തൊട്ടപ്പുറത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ സഹോദരൻ താമസിക്കണം. അവിടെ ഭാര്യയുണ്ട്. ഭർത്താവ് തിരുവനന്തപുരത്തല്ല, അവിടുത്തെ പെണ്ണുണ്ട്, അമ്മയുണ്ട്, ഒരു 25 വയസ്സുള്ള അനിയനുണ്ട്. ഇവിടെ അതുപോലെ ഒരു അനിയനുണ്ട്. പക്ഷെ ഇവിടുത്തെ അനിയൻ ആരോടും അധികം സംസാരിക്കില്ല. അപ്പുറത്തെ അനിയൻ എന്ന് പറഞ്ഞാൽ PSC കോച്ചിങ്ങാണ്. ചേട്ടന് ഗവൺമെൻറ് ജോലി കിട്ടി അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ മേടിക്കണ കാണുമ്പോൾ ഇവൻ അവിടെ പഠിപ്പിച്ചിട്ടാണ്. PSC കോച്ചിങ് ഉണ്ട്, പണിക്കൊന്നും പോകില്ല. ഇപ്പുറത്തും പണിക്ക് വല്ലാണ്ട് പോകില്ല. PSCക്ക് തന്നെ പഠിക്കണം, പക്ഷേ കോച്ചിങ്ങിന് പോകില്ല. അവൻ കുറച്ചും കൂടി പഠിപ്പിച്ചിട്ടാണ്. അപ്പോൾ ഈ രണ്ടും കെട്ടി വന്ന മരുമക്കൾ, എൻ്റെ കുടുംബക്കാരത്തെയും ആ വീട്ടിലെ പെണ്ണും ഭയങ്കര ശങ്കും കരളുമാണ്. ഒപ്പം കുളിക്കാൻ പോകും. സന്ധ്യക്കൊക്കെ കുളിക്കുകയാണെങ്കിൽ പുറമൊക്കെ സോപ്പിട്ട് മുതുകത്തൊക്കെ സോപ്പ് തേച്ച് കൊടുക്കും. അപ്പോൾ ഇവളെപ്പോഴും പറയും, ഏട്ടി നിന്നെ ഇവിടെ ഇട്ടിട്ട് അയാൾ തിരുവനന്തപുരത്ത് പോയി കിടക്കല്ലേ, എന്താ നീ ഇങ്ങനെ അത്ര നിൻ്റെ ചെറുപ്പം ഇങ്ങനെ കഴിഞ്ഞു പോകില്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യണമെന്നുള്ളൊരു മൂഡില്ല ഇവള്. അപ്പോൾ ഇവള് ഒരു ദിവസം വെട്ടി തുറന്ന് പറയും, നിനക്ക് നിൻ്റെ അനിയനെ അഡ്ജസ്റ്റ് ചെയ്ത വല വീസി പിടിച്ചൂടെ എന്നുള്ള ചോദ്യം ചോദിച്ച്. ഞാൻ അമ്മേൻ്റെ സ്ഥാനമാണെന്നൊക്കെ പറയും. തേങ്ങയാണ്, നിന്നെ അവൻ നോക്കണ കാണണം. ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. നിൻ്റെ രക്തബന്ധമൊന്നും അല്ലല്ലോ, നിൻ്റെ അമ്മ പ്രസവിച്ചതൊന്നും അല്ലല്ലോ. ഇതൊക്കെ മനുഷ്യന് ആവശ്യം. ഇവള് മുറുക്കി കൊടുക്കുക. അങ്ങനെ അവളുടെ മനസ്സ് മെല്ലെ മാറാൻ തുടങ്ങി. അതേപോലെ ഇവനോട് ഇവള് സംസാരിക്കുക, ഇവളുടെ അനിയനോട്. അപ്പോൾ ചോദിക്കുക, നിനക്ക് ലവ് എന്തെങ്കിലും ഉണ്ടോ, നീ പെണ്ണുങ്ങളെ രസം പറ്റിയിട്ടുണ്ടാകുന്ന ചോദിക്കും. അപ്പോൾ ഇവന് 25 വയസ്സല്ല, ചെറിയ ഉള്ള കുട്ടിയൊന്നുമല്ല. എല്ലാം പറ വീട്ടിൽ തന്നെ ഇല്ലേ, നിനക്ക് ട്രൈ ചെയ്തൂടെ? ചേട്ടത്തിയമ്മല്ലേ, അതൊന്നും നോക്കണ്ട. എൻ്റെ ബന്ധത്തിലൊക്കെ അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. അതാണെങ്കിൽ പാവം സഹിച്ച് ജീവിക്കുക. നിങ്ങൾക്ക് നല്ല ചാൻസ് അല്ല മുന്നിൽ കിടക്കണം, എന്നിട്ട് നിങ്ങളത് ഉപയോഗിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് രണ്ടാളുകൾ ഇതാക്കും. ചിലപ്പോൾ രണ്ടാളും എല്ലാ പണികൾ കഴിഞ്ഞ് വരാന്തയിൽ ഇരിക്കുകയാണെങ്കിൽ ഇവളതിൽ പോകുമ്പോൾ അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരുന്നൊക്കെ പറയും. മൂളിപ്പാട്ടൊക്കെ പാടും. എന്നിട്ട് ഇവളോട് പറയും, നീ നിൻ്റെ സ്റ്റഡിയും ബ്രേസറൊക്കെ വിറക് വരയിലല്ല ഉണക്കാനിടണ്ട്, അവൻ കാണുന്നിടത്തിടണം ഇങ്ങനെ. അപ്പോൾ ഇവള് ചോദിക്കും, അതൊക്കെ തെറ്റല്ലേ? ഒരു തെറ്റില്ല. അതേപോലെ നീ വീട്ടിൽ നിലം തൊടുക്കൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം അവന് തൊടയൊക്കെ കാണിച്ചു കൊടുക്കണം, മുതൽ എൻ്റെ ചാല് കാണിച്ചു കൊടുക്കണം. ഇവള് ക്ലാസ് എടുക്കുക, ഇവള് അതിന് എക്സ്പെർട്ടാണല്ലോ. അങ്ങനെ ഒരു ദിവസം കുളിക്കാൻ സന്ധ്യക്ക് കയറിയപ്പോൾ ഇവള് പുറത്ത് സോപ്പിട്ട് കൊടുക്കുക. അപ്പോൾ കുളിമുറിയിൽ രണ്ടാളും കൂടി കയറിക്കുക. അപ്പോൾ ഇവള് തോർത്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഇപ്പുറത്തെ വീട്ടിലാവുന്നത്.
അപ്പോൾ ഇവള് പറഞ്ഞ് ഇരുട്ടല്ല, ആരും ഇല്ല ഇവിടെ, ഞാൻ ശരിക്ക് തേച്ചില്ല, തോർത്ത് ഊരി മാറ്റാൻ പറയും. തോർത്ത് ഊരി അവിടുത്തെ സൈഡിൽ അയമ്മലിട്ടു. ഇതൊക്കെ ഇവള് പറഞ്ഞതെന്നാണ് എന്നോട്. എന്നിട്ട് പുറത്ത് സോപ്പ് വെച്ച് സൈഡിൽ കൂടി ഇടത്തെ കൈയും കൊണ്ട് അവളുടെ മുലക്ക് പിടിച്ച്. അപ്പോൾ ഇവളിപ്പോൾ മിണ്ടണില്ല, നിന്ന് കൊടുക്കുന്നുണ്ട്. അതിൽ ആ മുലക്കണ്ണൊക്കെ ഇങ്ങനെ ഞരടി വലത്തെ കൈയും കൊണ്ട് മെല്ലെ വയറും മേലൊക്കെ തടക്കി ഉള്ള സാധനത്ത് പിടിച്ച്. നല്ല ഷേവൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ 2 പേരിലും കൊണ്ട് കന്തൊക്കെ ഞരടി കൊടുത്തപ്പോൾ ഈ പെണ്ണിന് ത്രില്ലുണ്ട്. അങ്ങനെ ഇവളെന്ത് ഈ 2 വിരലിൻ്റെ ഇടയിൽ അവളുടെ കന്ത് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവള് ചെവിയിൽ ഇങ്ങനെ ഒരു ഇടത്തേക്ക് കൊണ്ട് മുലക്കും പിടിക്കുന്നുണ്ട്. ചെവിയിലിങ്ങനെ പറഞ്ഞ്, ഇപ്പം നിൻ്റെ അനിയനാണ് ബാക്കിലെങ്കിൽ ആ സാധനം ഇരുമ്പ് പോലത്തെ സാധനം നിൻ്റെ ബാക്കിൽ കയറിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവള് എരിവിരി കൊള്ളുക. അടിച്ച് ഇവനെ വന്ന് അല്ലെങ്കിൽ നിന്നെ കുനിച്ച് കുത്തി ഇവിടെ വെച്ച് അവൻ കളിച്ചാനെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവക്ക് വേഗം എരിവിരി കൊണ്ട് ശരീരം വെട്ടി വിറച്ച് അവൾക്ക് ഓർഗാസം വന്നു, വെള്ളം വന്നു. പിന്നെ അവൾക്ക് എന്തൊരു ജാള്യത. അപ്പോൾ ഇവള് പിറ്റേ ദിവസം പറഞ്ഞ്, നീ നിൻ്റെ അനിയൻ ബാക്കിൽ കയറ്റുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വേഗം വെള്ളം വന്നില്ലേ, അത്രേ ഉള്ളു. അപ്പോൾ ഇവള് ചോദിച്ചു, നിൻ്റെ വീട്ടിലുണ്ടല്ലോ ഒരുത്ത, നീ എന്നിട്ട് എന്താ കാണ്ടല്ലോ ചോദിച്ച്. ഞങ്ങൾ എന്ന് തുടങ്ങി ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ട്, ഞങ്ങൾ കളിക്കാറുണ്ട് പറഞ്ഞു. അസലായിട്ട് കളിച്ചു തരും അവൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഉന്മേഷമായി. അങ്ങനെ ഇവൾ നിലം തുടക്കുമ്പോഴൊക്കെ സഡി കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇവനിങ്ങനെ നോക്കും, ആരെങ്കിലും ഇത് തുടങ്ങണമല്ല. അപ്പം മറ്റവള് ഈ ചെക്കനോട് ചോദിക്കടാ ഇപ്പം എങ്ങനെയുണ്ട്, അവള് നിലം തുറക്കുമ്പോഴൊക്കെ വല്ല സീൻ കാണലുണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പം ഉണ്ട്, അതൊക്കെ അവൾ കാണിച്ചു തരണതാ, നീ കയറി തൊടണം. അപ്പോൾ ഇവള് പിന്നെ മറ്റവളെ മൂപ്പിക്കുക. പ്രശ്നം ഒന്നും പേടിക്കാനില്ല, കാരണം നമ്മളിലേറെ രഹസ്യം അവന്മാരെ സൂക്ഷിക്കും. കാരണം അവന്മാർ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്യണത്, ഒരു മനുഷ്യനോട് പറയില്ല, അത് വളരെ സീക്രട്ടായിരിക്കും. വേറൊരാളെ കൊണ്ട് നമ്മൾ കളിപ്പിച്ചാൽ ഭയങ്കര റിസ്ക്കാണ്, ഇത് ഒരു ജീവി അറിയില്ല എന്ന് പറയും. അങ്ങനെ പെണ്ണിനെ ധൈര്യം വെപ്പിച്ച് നീ മുൻകൈ എടുക്കാണ്ട് നടക്കൂല. അപ്പോൾ ഈ നമ്മളെ സഡ്ഡിയും ബ്രേസറൊക്കെ നല്ല നല്ല മോഡലൊക്കെ ഇവ കാണുന്നിടത്തൊക്കെ ഉണങ്ങാനിടും. ഇവനെ മേലൊക്കെ പിടിച്ചൊക്കെ നോക്കി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇവള് നിലം തുടക്കുമ്പോൾ ഇവനിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവള് ചോദിച്ചേ, നീ എന്താ ഇങ്ങനെ നോക്കണേ, നിനക്കെന്നെ ശരിക്കും കാണണോ ചോദിച്ചേ. അത് മറ്റോള് പറഞ്ഞു കൊടുത്ത ഡയലോഗുകളാണ്. അല്ല ഇവനൊന്നും മുണ്ടില്ല. അതിൽ ആ ബക്കറ്റൊക്കെ അവിടെ വെച്ചിട്ട് ഇവനെ വിളിച്ച് വാ പറഞ്ഞ് റൂമിൽ കൊണ്ടുപോയി വാതിലടച്ച് അവിടെ നിന്ന് പരിപാടി എടുത്ത് ഇവനെ കൊണ്ട് എടുപ്പിച്ച്. എന്നിട്ട് ഇവള് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു പറഞ്ഞു. അപ്പോൾ ഇവള് പിന്നെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചെക്കനോട് പറഞ്ഞു കൊടുക്കുക. നിങ്ങളങ്ങനെ കയറിപ്പോണെ ഞാൻ കണ്ട്, സംഭവം നടന്നൊക്കെ ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു, അപ്പം നീ നല്ലോണം നക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം, അത് പാവണം, അതിനെല്ലാ കൊതിയും അടക്കി നിൽക്കണം, നല്ലോണം കളിച്ചു കൊടുക്കണം ഒക്കെ പറഞ്ഞ്. പിന്നെ ഇവള് പറഞ്ഞ് ഞാൻ ആരോടും പറയാൻ പാടില്ല, നിങ്ങൾ ധൈര്യമായിട്ട് തുടർന്നോളാൻ പറയും. ദൂരത്ത് നിന്ന് ആര് വന്നാലും കാണും, ഇവള് സിഗ്നൽ കൊടുക്കും. അങ്ങനെ ആയി. അപ്പോൾ ഇവൾക്ക് പിന്നെ ഇവളുടെ വിശാല മനസ്സ് പിന്നെ കാട് കയറാൻ തുടങ്ങി. എൻ്റെ അനിയനുണ്ടല്ലോ അവൻ ഫ്രീ അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇവള് വേറൊരു പണി ചെയ്ത് ഈ ചെക്കനോട് പറഞ്ഞ്, പാവപ്പെട്ട ഞാനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ, അല്ലെങ്കിൽ ഈ ചെക്കനെ കൊണ്ട് കളിപ്പിക്കണം. അങ്ങനെ ഒരു ദിവസം മറ്റവൻ ഇവിടെ ഇല്ലാത്തപ്പോൾ ഈ ചെക്കനെ വിളിച്ച് വീട്ടിൽ കയറ്റി ഇവിടെ അടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ നല്ല പണിക്കാരനാണ് ഇവനും. അപ്പോൾ പിന്നെ എന്തായി, ഇതൊരു സർക്കിളായി മാറി. ആ സർക്കിളൊന്ന് റിങ് ആവണമെങ്കിൽ ഒരു പണി കൂടിയുണ്ട്. ഇവളുടെ ബുദ്ധി പോയ പോക്കാം. ഇവളുടെ അനിയനോട് ഇവള് പറഞ്ഞ്, അപ്പുറത്തെ അവളില്ലേ, അവള് നല്ല മൂത്ത് നിൽക്കുക, നല്ല ആഗ്രഹമുള്ള പെണ്ണ. അപ്പോൾ ഇവൻ പറഞ്ഞ് ഞാനെങ്ങനെ പോയി മുട്ടണേ,
ഇവനങ്ങനെ പോയി സംസാരിക്കാത്തൊരു അന്തർമുഖനാണ്. അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം, നീ അടിച്ചു കൊടുക്കുക വെച്ച്. ഇവന് ടേസ്റ്റ് മനസ്സിലായി നിൽക്കല്ലേ, 25 വയസ്സുള്ളവനല്ലേ ഇവനും. അങ്ങനെ ഇവളോട് സംസാരിച്ച് അപ്പം പറഞ്ഞു, അതിങ്ങനെ പരക്കെ ഇതായി ആകെ പ്രശ്നമാകുമെന്ന് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞ്, എന്നാലേ പ്രശ്നമാകാണ്ട് നിൽക്കുള്ളൂ. നമ്മൾ 4 ആളും ഒരു റിങ്ങായി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പേടിക്കാനില്ല. നമ്മുടെ ഇഷ്ടം പോലെ നമുക്കിതിവിടെ തുടരാൻ പറ്റും പറയും. അങ്ങനെ മറ്റോ PSC കോച്ചിങ്ങിന് പോയപ്പോൾ ഇവിടെ എങ്ങോട്ട് വിളിച്ച് 2 ആളോടും വർത്താനമൊക്കെ പറഞ്ഞ് ഇവൻ്റെ മുറിയിൽ പോയി നിന്ന് അവസാനം പറഞ്ഞേ, നിങ്ങളൊരു കാര്യം ചെയ്യ്, എൻ്റെ മുറിക്ക് വേറെ നിർബന്ധിച്ച് മുറി കൊണ്ടുപോയിട്ട് പറഞ്ഞ്, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, ഒരു മനുഷ്യനും അറിയാൻ പോലില്ല. ഇതൊക്കെ സർവ്വസാധാരണ എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ട് തമ്മിൽ കളിപ്പിച്ച്. അതിനുശേഷം ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് ഗ്യാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. കാലങ്ങൾ കഴിഞ്ഞ് 2 ആളും പെണ്ണ് കെട്ടി. പിന്നെ ത്രില്ലൊക്കെ പോവില്ല, കുറേ കാലം കളിച്ച് കഴിയുമ്പോൾ അതിനൊരു ത്രില്ലുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ത്രില്ല് അങ്ങനെ പോവില്ല. പിന്നെ എങ്ങനെയാണ് കളിക്കല്, ഈ 2 ആളുടെ ഭാര്യമാർ വീട്ടിൽ പോകല, എന്തെങ്കിലും വിരുന്ന് പാർക്കാനൊക്കെ, അല്ലെങ്കിൽ പ്രസവം, ഇതിനൊക്കെ പോകുമ്പോൾ ഭർത്താവ് ജോലിക്ക് പോകണ നേരത്ത് ഇവിടെ കളി നടക്കും എന്ന് പറഞ്ഞാൽ ഇവരാരും സംശയിക്കണില്ലല്ലോ. ആ വീടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ ഇവർ പറയാതെ വേറെ പുറം ലോകം അറിയില്ല, ഇവർ പറയുമില്ല. ഈ 2 വീട്ടിലും കാലങ്ങളോളം എന്നല്ല, അവർക്ക് ഏതാണ്ട് വയസ്സാകുമോളം അവർ കളിച്ച് മതിച്ച്. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. അവിടെ സദാചാരം പൊളിഞ്ഞില്ല, കേരള സംസ്കാരം പൊളിഞ്ഞില്ല. കാരണം അവിടെ ആരും കണ്ടുപിടിച്ചില്ല. ഇത് ഇവളെന്നോട് പറയുമ്പോൾ ഞാൻ പറയാം, നിൻ്റെ അതിലൊക്കെ എന്തൊക്കെ ഒരു വീട് കിട്ടിയാൽ കൊള്ളായിരുന്നൊക്കെ പറയും. ഞാൻ വെറുതെ പറയണ, എനിക്ക് അതിനുള്ള പഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവള് തന്മയത്വത്തോടുകൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. കാരണം എന്താ, ഇവളുടെ കഴപ്പ് മാറ്റി, ഇവളുടെ സ്വന്തം കഴപ്പ് മാറി, അപ്പുറത്തെ വീട്ടിലത്തെ അവളുടെ കഴപ്പ് മാറ്റി, 2 അനിയന്മാരെ. എന്നിട്ട് ഇവള് പറഞ്ഞു കൊടുക്കണം എന്താന്ന് ഈ പെണ്ണിനോട്, മറ്റവളോട്, എടി ഇവന്മാർക്ക് നമ്മൾ കളിക്കാൻ കൊടുത്താൽ മരിക്കോളം നമ്മളോട് സ്നേഹം ഉണ്ടാകും. അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണിത്. ഈ പെണ്ണുങ്ങളെ നമ്മൾ, ഈ ചെക്കന്മാർക്ക് നമ്മൾ കളിക്കാൻ കൊടുത്താൽ നമ്മുടെ അടിമകളാണ് അവർ. സത്യം പറഞ്ഞ ഈ ചെക്കന്മാർക്ക് ആദ്യമായിട്ട് പെണ്ണിൻ്റെ സ്വർഗ കവാടം കാണാൻ കിട്ടിയതും കളിക്കാൻ കിട്ടിയതൊക്കെ എടുത്തമ്മല്ല, അത് സ്വന്തം വീട്ടിൽ ഒരു റിസ്ക്കും ഇല്ലാണ്ട് ഇപ്പന്മാർ പറഞ്ഞ എന്തും മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹവും, അതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം പുറംപടി കുറേ കുറഞ്ഞിട്ടുണ്ട്. ഭയം കൊണ്ടാണ് മിക്കവരും. സ്ത്രീകൾ പിന്നെ വൈബ്രേറ്ററും വാണവടിയുമേലും ഒതുങ്ങും. അതേപോലെ സ്വവർഗരതി സ്ത്രീകളാണ് കൂടുതൽ ചെയ്യുന്നത്. സ്വയംഭോഗം ആണും പെണ്ണും തുല്യരാണ്. ചില പ്രാകൃത ഡോക്ടർമാരും ഗൈനക്കോളജിസ്റ്റുകളൊക്കെ പറയും, ഈ സ്ത്രീകളൊന്നും അങ്ങനെ സ്വയംഭോഗം ചെയ്യാറില്ല. ഒരു 40% അല്ലെങ്കിൽ 25%. ഇവർക്ക് ഈ ശതമാന കണക്ക് എവിടെ നിന്ന് കിട്ടണം? 99 പെണ്ണുകളും വാണടിക്കലുണ്ട്. മറ്റവിടുത്തെ ശതമാനം പുറംപടി നടക്കണ്ട. അതൊരു ദുഃഖകരമായിട്ടൊരു അവസ്ഥ. അതുകൊണ്ടാണ് ഇവിടെ ഈ പോക്സോ കേസും ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലാവസ്ഥ ഇവിടെ ഉണ്ടായത്. പണ്ടൊന്നും കേട്ട് കഴിവ് പോലുമില്ല കുഞ്ഞുങ്ങളുടെ അടുത്ത് ആരെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തതായിട്ട്. ഞാൻ കേട്ടിട്ടില്ല. കാരണം സുലഭമായിട്ട് കളിക്കാൻ കിട്ടും, അയൽവക്കത്തായാലും ബന്ധുക്കളായാലും. കേരളത്തിൻ്റെ സംസ്കാരം എന്നൊക്കെ പറയും. ഇപ്പോൾ കുറേ മലവാളങ്ങൾ ഇറങ്ങി. അതോടുകൂടി കഴിഞ്ഞ് കേരളത്തിൻ്റെ കഷ്ടകാലം. ഇനി ആ സമസ്ത സുന്ദര കാലഘട്ടമൊന്നും ആസ്വദിക്കാൻ ആർക്കും പറ്റില്ല. കാരണം വഷളായിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ മറ്റൊരുത്തൻ്റെ രഹസ്യം
കണ്ടുപിടിക്കുക, അവിഹിതം കണ്ടുപിടിക്കുക, അത് ആഘോഷിക്കുക, അവരുടെ കുടുംബം തകർക്കുക. പണ്ടൊരു അവിഹിതമൊക്കെ കണ്ടുപിടിച്ചായിരുന്നു ആരും ആരുടെയും കുടുംബം തകർക്കില്ലായിരുന്നു. അതൊക്കെ ഇത് ചെവി അറിയാണ്ട് സോൾവ് ചെയ്യും. നമസ്കാരം.